കൊച്ചിയിലെ കൂട്ടപ്പിരിച്ചുവിടൽ നിലപാടിൽ ഉറച്ച കോറോ ഹെൽത്ത് കമ്പനി പിരിച്ചുവിടൽ ധാരണ പ്രകാരമുള്ള 3 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് നൽകിക്കൊണ്ടാണ്. എന്നാൽ തൊഴിൽ മന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് പിന്നാലെ തിങ്കളാഴ്ച വരെ പിരിച്ചുവിടൽ നടപടി മരവിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. റഹീം, ഇത് നിന്ന നിൽപ്പിൽ കുറേ ആളുകളുടെ ജോലി, അവരുടെ ജീവനോപാധിയൊക്കെ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ കനത്ത ആഘാതം തന്നെയാണ് ഇവർക്കൊക്കെ ഉണ്ടാക്കുക. അതിൽ 1-2 പേരല്ല ഉള്ളത്. അപ്പോൾ ഇത് ഗവൺമെൻറ് എങ്ങനെയാണ് ഈ കാര്യത്തിൽ, തൊഴിൽ മന്ത്രിക്കടക്കം തൊഴിൽ വകുപ്പിന് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? അതിൽ തീർച്ചയായും ഇതൊരു സ്വകാര്യ കമ്പനി കൂടിയാണ്, അപ്പോൾ അതിൽ ഒരു പരിധിയും കൂടിയുണ്ട്. പക്ഷേ ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലവിലുണ്ടോ? നിലവിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ്, കമ്പനി ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ശ്യാമിലി, തീർച്ചയായും അതായത് ഈ പിരിച്ചുവിടൽ നടപടിയിൽ കമ്പനി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഇപ്പോൾ 3 മാസത്തെ ശമ്പളം എല്ലാ ജീവനക്കാർക്കും തന്നെ, ഏതാണ്ട് 900ഓളം ജീവനക്കാരെയാണ് ഈ ഒരു നടപടി ബാധിച്ചിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും തന്നെ ഏതാണ്ട് 3 മാസത്തെ ശമ്പളം അവരുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അതിനർത്ഥം കമ്പനി പിരിച്ചുവിടൽ നടപടിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ജോലിക്കെത്തിയ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ എത്തിയ തൊഴിലാളികൾ തങ്ങൾക്ക് ജോലിയില്ല, അതായത് അന്നു മുതൽ ജോലിയില്ല എന്ന കാര്യം അറിയുന്നത്. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇമെയിലോ അറിയിപ്പോ ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ജോലിയിൽ സാധാരണ വരുന്നത് പോലെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനായി എത്തുന്നു. ആ സമയത്താണ് കമ്പനി അടച്ചതായുള്ളൊരു അറിയിപ്പ് അവർക്ക് അവിടെ എത്തുമ്പോൾ ലഭിക്കുന്നത്. പിന്നീട് അവർ ആ ഒരു ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് തൃക്കാക്കര MLA ഉമാ തോമസ് അടക്കമുള്ളവർ അവിടെ എത്തി കമ്പനിയിലെ അവിടെ ഉണ്ടായിരുന്ന മേലധികാരികളുമായി സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി, അതായത് തിങ്കളാഴ്ച വരെ ഈ പിരിച്ചുവിടൽ നടപടി മരവിപ്പിച്ചത്. തുടർന്ന് കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം ഇതിലൊരു തുടർ തീരുമാനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അതല്ല, ഇനിയിപ്പോൾ പിരിച്ചുവിടൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്പനി കോമ്പൻസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ജീവനക്കാർക്ക് നൽകും എന്നുറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച അവസാനിച്ചത്. ആ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കമ്പനി പിരിച്ചുവിടൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിൽ 3 മാസത്തെ ശമ്പളം അവർക്ക് ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് സ്വാഭാവികമായും കമ്പനി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഏതാണ്ട് 900ഓളം വരുന്ന ജീവനക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് ഈ ഒരു തീരുമാനം. കോഴിക്കോട്, കൊച്ചിയിൽ എന്നിവിടങ്ങളിലായാണ് അമേരിക്ക ആസ്ഥാനമായുള്ള കോറോ ഹെൽത്ത് എന്ന കമ്പനിയുടെ ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നത്. ഈ 2 ഓഫീസുകളിലുമായി ഏതാണ്ട് 900ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇവർക്കൊക്കെയും കമ്പനിയുടെ ഈ തീരുമാനം കനത്ത തിരിച്ചടി തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൽ തുടർ ചർച്ചകളോ മറ്റോ ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും 6-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കമ്പനിയുടെ മുതിർന്ന ആളുകളുമായിട്ടുള്ള ചർച്ച പറഞ്ഞിരുന്നത്. ഇനി ആ ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന കാര്യവും സംശയമാണ്. കാരണം ജീവനക്കാർക്ക് നൽകാനുള്ള കോമ്പൻസേഷൻ ഓൾറെഡി കമ്പനി നൽകി കഴിഞ്ഞു. ഇനി ഇതായിരിക്കും കമ്പനി മുന്നോട്ട് വെക്കുന്ന പ്രധാന ആയുധം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ എന്തായിരിക്കും നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി തൊഴിൽ മന്ത്രിയുമായൊക്കെ ഷാബിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ഇടപെടൽ എത്രത്തോളം ഇതിൽ ഉണ്ടാകും അല്ലെങ്കിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ജീവനക്കാർക്ക് വലിയ തിരിച്ചടി തന്നെ ഈ ഒരു കമ്പനിയുടെ തീരുമാനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ഇനിയിപ്പോൾ ജീവനക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ മറ്റോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നും കണ്ടറിയേണ്ടതാണ്. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനം. ശ്യാമിലി. ശരി, അബ്ദുൾ റഹീമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി